നിങ്ങളുടെ സ്വന്തം സുവിത്താശ എന്ന് പറയാറുള്ളത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങളും നമുക്കുണ്ട്. വിവാഹങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഒരു പുതു തലമുറയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജീവിതം. അതായത് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകും, നമുക്കൊരു കൂട്ടായിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് നമ്മൾ വിവാഹം കഴിക്കും. പ്രണയമായിട്ടാണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആയിട്ടായിരിക്കും. പക്ഷെ എനിക്ക് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ എറണാകുളം തൃപ്പൂണിത്തുറ സ്റ്റാൻഡില് ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡ്രൈവർ കിളി എല്ലാം വരുന്നുണ്ട്. അതിനെ ഞാനത് വ്യക്തമായിട്ട് പറയുന്നില്ല. പക്ഷെ അവന്റെ ജീവിതത്തില് അവനൊരു വിവാഹം ചെയ്ത്, ഒരു പെൺകുട്ടീനെ വിവാഹം ചെയ്ത് അവന്റെ പെൺകുട്ടി എന്റെ അടുക്കൽ വന്നൊരു ദുഃഖകരമായ കാര്യമാണത്. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നിയതിന് വേറൊന്നും കൊണ്ടല്ല. ആ പെൺകുട്ടി 7 മാസം ഗർഭിണിയാണെന്നുള്ളതാണ്. അതിന്റെ കൂടെ ഒരു കൊച്ചുകൂടെ ഉണ്ട്. അതാണ് അതിനെല്ലാം വലുത്. അതിനൊരു വാടക വീട്ടിലേക്ക് ഇട്ട്, ആ വാടക വീട്ടിലിട്ടിട്ട് അവൻ വേറെ ആളുടെ പുറകെ പോവുകയും ഒരവസ്ഥ എന്ന് പറയുന്നത്. നിയമങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നിയമങ്ങളൊക്കെ ഒരുപാട് നിയമങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെ എന്തുകൊണ്ട് നിയമങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. അന്നേരം അവര് ഭഗവാനിലേക്ക് വരികയാണ്. ഭഗവാനെ എന്റെ കാര്യങ്ങൾ എനിക്കൊന്ന് സാധിച്ചു തരണേ എന്ന് പറയാണ്. അന്നേരം നമുക്ക് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയാവുന്ന വിഷ്ണുമായ മഠത്തിന്റെ എല്ലാവിധ അനുഗ്രഹപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നുന്നു, നിങ്ങൾ അറിയണം. ഇത് ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ അറിയണം. എല്ലാവർക്കും പണമുണ്ട്, കഴിവുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഇതൊക്കെ വെച്ച് പല രീതിയിലും പല കാര്യങ്ങളും വളച്ചൊടിച്ച് കളയുക എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. മേളില് നമ്മൾ കാണാത്തത്, നമ്മൾ ശ്വാസമായിട്ട് വലിക്കുന്നത് പോലെയുള്ള ഒരു ഓക്സിജൻ, അത് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ എന്നെ ഒരു വിശ്വാസമില്ലാത്ത ഒരാൾ പറഞ്ഞിട്ടുണ്ട് അത് തണുപ്പിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന്. അത് ഒരു മെഷീനറി വെച്ചിട്ട് അതിനെ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണണം. നമ്മുടെ എന്ന് പറഞ്ഞ പോലെ ഒരു മൂർത്തിഭാവത്തിന്റെ ഒരു ശക്തിയെ കുറിച്ചുള്ളത് മനസ്സിലാക്കണം ആദ്യം. ആ പെൺകുട്ടിയുടെ ജീവിതം 7 മാസം ഗർഭിണിയായ പെൺകുട്ടീനെ വാടക വീട്ടില് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവന്റെ കുടുംബം പോലും അതിനെ സപ്പോർട്ട് ചെയ്യാതെ അവന്റെ കുടുംബത്തിൽ നിന്നും ഉണ്ടാക്കി. അതായത് ഒരു സ്ത്രീക്ക് ഒരു ഗർഭം ധരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗുളിക മേടിച്ച് കഴിച്ചുണ്ടാകുന്നതല്ല. അവൻ കൊണ്ടുപോയി അവനെ പൊറപ്പിച്ച് അവനായിട്ട് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ആ ഒരു കുട്ടീനെ ആ ഗർഭം ധരിച്ചിട്ട് ഭൂമിയിലേക്ക് വന്ന് വെളിച്ചം കാണാതെ, അതായത് ശരിക്കും പ്രകൃതിപരമായിട്ട് സ്വയമേ ശ്വാസമെടുക്കാത്തൊരവസ്ഥയിലുള്ള ഒരു കുട്ടീനെ, ഗർഭിണീനെയും വഴിയരികിൽ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ വളരെ പാതകപരമായിട്ടുള്ള കാര്യങ്ങളാണത്. അവന്റെ കുടുംബം 10 തലമുറ അവൻ ക്ഷേത്രത്തിലോ അന്നദാനം കൊടുത്താലോ പക്ഷെ അതിന്റെ പാവം തീരത്തില്ല എന്നാണ് എനിക്ക് ഞാൻ പഠിച്ച വെച്ചിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇതേപോലെയുള്ള സമൂഹത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ആൾക്കാര് ആദ്യം മനസ്സിലാക്കിക്കോളണം, ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ചുമക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ചുമക്കരുതെന്നാണ് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് ഒരാളെ കൈപിടിച്ച് ഉയർത്തണമെങ്കിൽ അത് തീർച്ചയായിട്ടും കൈപിടിച്ച് ഉയർത്തണം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിതം ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ജീവിതം അവസാനം വരെ കൈപിടിക്കണമെന്നാ. പല വീട്ടിലും കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. പക്ഷെ അത് യോജിച്ചു പോകാൻ പറ്റാത്ത ഇതിൽ രണ്ടായിട്ട് പിളർന്നു പോകുന്നതുകൊണ്ട് ചില ആൾക്കാർക്ക് ധനം വേണം. എനിക്ക് പല കുടുംബ വിഷയങ്ങളിലും വന്നിട്ടുണ്ട്. ഭാര്യ വീട്ടുകാർക്ക് കൊടുത്ത് അവര് മുഴുവൻ മുതൽ തിരിച്ചു കൊണ്ടുപോയിട്ടു വീണ്ടും കൊടുത്തതിന് കണക്ക് എഴുതി വെച്ചിരിക്കുന്ന കണക്കുമായിട്ട് അവർ കോടതികളിൽ പോയി അവന്റെ കുടുംബം വരെ അറ്റാച്ച് ചെയ്ത് അതൊന്നും കൊണ്ട് എങ്ങും കൊണ്ടുപോയി ഒന്നും നേടാൻ പറ്റത്തില്ല നമുക്ക്. അതാണ് നമ്മൾ മനസ്സിലായത്. ഇതൊക്കെ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന പാഠങ്ങളാണ്, നമ്മൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികൾ വിവാഹം ചെയ്യുമ്പോ സ്ത്രീകളുടെ വീട്ടിൽ നിന്ന് 1 രൂപ മേടിക്കാതെ കിട്ടണമെന്ന് ഞാൻ പറയുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവര് നാളെ വാളുമായിട്ട് ഇറങ്ങും നമ്മളെ കൊല്ലാനായിട്ട്. അന്നേരം അത് മനസ്സിലാക്കണം.
നിങ്ങൾക്കിത് ഞാൻ ഒരു മഠാധിപൻ ഇത് പറഞ്ഞു തരേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാളെ ദുരിതങ്ങൾ അനുഭവിച്ച് നിങ്ങൾ ഈ മഠങ്ങൾ കയറി നടക്കുമ്പോ നമുക്ക് തന്നെ തീർക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ജീവിതപരമായിട്ട് ഇതേപോലെയുള്ള സംഭവങ്ങളും കുട്ടികളുമായിട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. നമുക്കത് മനസ്സിലാക്കണം. ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മ ആകുക എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരുപാട് സത്യവത്തായ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതേപോലെയുള്ള ഇത് വേറെ ഒരു സ്ത്രീനെ കണ്ട് അവര് പോകുന്നതായിട്ടുള്ളത് അതൊക്കെ തെറ്റാണത്. എന്നുവെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഐശ്വര്യപരമായിട്ടല്ലാത്ത ജീവിതം വന്നു കഴിഞ്ഞാൽ അത് മാറി സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് നല്ലൊരു കുടുംബജീവിതം കണ്ടുപിടിക്കണതിൽ ഒരു തെറ്റുമില്ല. അതിനകത്ത് ഒരു സത്യം ഉണ്ടാകണം. എന്തിനും ഒരു സത്യം ഉണ്ടാകണം. ചവിട്ടി വലിച്ചെറിഞ്ഞു പോകുന്നതായിട്ടുള്ള ജീവിതങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യമുണ്ട്. അത് ഇനിയെങ്കിലും ജീവിതത്തിൽ വലിച്ചെറിയപ്പെടുന്നവര് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകണം. പിന്നീട് നന്നാകും എന്നുള്ള പ്രതീക്ഷയിലൊന്നും പോകല. അവരുടെ വീട്ടിലുള്ള സ്ത്രീകളോ ഇതൊക്കെ ചില കുടുംബങ്ങളിൽ ചില വിഷയങ്ങളുണ്ട്. നമ്മൾ പറയുമ്പോ ഈ അമ്മമാര് തന്നെ ഭർത്താക്കന്മാര് നഷ്ടപ്പെട്ട് അമ്മമാരുണ്ട്. ഈ അമ്മമാർക്കൊരു പ്രശ്നമുണ്ട്. മക്കളെ വളർത്തി വലുതാക്കി, ഞാൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അവരെ വളർത്തി, അവരൊരു കുടുംബജീവിതത്തിൽ അവർ സന്തോഷപരമായിട്ട് മക്കൾ സന്തോഷപരമായിട്ട് പോണതിന് കൂട്ടു നിൽക്കുകയാണ് വേണ്ടത്. പക്ഷെ അതിനെതിര് നിൽക്കും. എന്റെ മകനാണ്, അത് എന്റെ സമ്പാദ്യം മുഴുവൻ എന്റെ കയ്യിലേക്ക് തന്നെ വരണം. അങ്ങനെയല്ല, അവരെ വിടണം. അതാണ് പ്രാവിനെ കണ്ട് പഠിക്കണമെന്ന് പറയുന്നത്. പ്രാവ് ഇണചേർന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ പറക്കാനായി കഴിഞ്ഞാൽ കൊത്തി ഓടിക്കും ആ കൂട്ടിന്ന്. അതാണ് മനസ്സിലാക്കേണ്ടത്. കൊത്തി ഓടിക്കണം എന്തിനാ? അവര് സ്വയമേ തീറ്റ തേടി അവരുടേതായിട്ടുള്ള വിഷയങ്ങള് മാറ്റി അവര് നല്ല ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മളും അത് മനസ്സിലാക്കണം. അവര് താനെന്ന് പറയുമ്പോൾ തന്നോളം ഒപ്പം എത്തി കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കിയിട്ട് വേറെ വഴിക്ക് തിരിച്ചു വിടുക. അവരുടെ വഴിക്ക് പോയി അവർ ഉയരങ്ങളിലെത്തും. അതൊക്കെ വേണം. അങ്ങനെ വേണം ചെയ്യാൻ. അതുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും വിശ്വമായ സ്വാമിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നന്ദി.